നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ താനെയിൽ നിന്നുള്ള ഒരു പ്രമുഖ പത്രപ്രവർത്തകരാണ് സബൻ ശ്രീവാസ്തവ. അവരാണ് സെബി ചെയർപേഴ്സണായ മാധവി പുരി ബുച്ചിനെതിരെ ബോംബെ ഹൈക്കോടതിയിൽ അതിനിർണായകമായിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ട് അവർക്കെതിരെയുള്ള ഏറ്റവും വ്യക്തമായ ഒരു കടന്നാക്രമണം നിയമ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വിദേശ നിഴൽ കമ്പനികളിൽ, കോർപ്പറേറ്റുകളുടെ വിദേശ നിഴൽ കമ്പനികളിൽ അവരും അവരുടെ ഭർത്താവും വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി തെളിവ് സഹിതം കണ്ടെത്തിയത്. 2025 മാർച്ച് 1 സ്പെഷ്യൽ ജഡ്ജായിട്ടുള്ള ശശികാന്ത് ബാങ്കർ അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ FIR ഇട്ടിട്ടുള്ളത് സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി പുരി ബുച്ച ഓയിൽ റിഫൈനറിയുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില കമ്പനികളുമായി ബന്ധപ്പെട്ട വിഷയവും 1992 സെബി ആക്റ്റിൽ അത് കൃത്യമായും പറഞ്ഞിട്ടുള്ളതിന് ഘടകവിരുദ്ധമായി അവരുടെ ഇടപെടൽ വൻതോതിലുള്ള അട്ടിമറിക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. നമുക്കറിയാം, ഒരു ഷെയർ വാങ്ങാനും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്രിമമായ വിലക്കയറ്റവും അതുമായി ബന്ധപ്പെട്ട് വൻതോതിലുള്ള ഓഹരി വിൽക്കലും വാങ്ങലും നടക്കുന്നുണ്ട്. സെബിയുടെ, അതായത് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാം വ്യക്തമായി ക്രോഡീകരിക്കേണ്ടതിൻ്റെ അനിവാര്യതയുള്ളപ്പോൾ അതിന് പകരമായി സ്വാർത്ഥ ലാഭം കൊയ്തെടുക്കുകയാണ് മാധവി പുരി ബുച്ച് ചെയ്തത് എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ പരാതിയിൽ ഉള്ളത്. ശിവകുമാർ ഡിഗെ, അതായത് സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ഇടക്കാല ജാമ്യം സെബി ചെയർപേഴ്സണായിരുന്ന അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, സ്വകാര്യ മേഖലയിൽ നിന്നും ആദ്യമായി ഈ സ്ഥാനത്തെത്തുന്ന വ്യക്തി അമിത്ഷായുടെയും അതുപോലെ BJPയുടെയും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒന്നാണ് എന്നുള്ളത് പ്രതിപക്ഷം ആരോപിക്കുന്ന മാത്രമല്ല, നിരവധിയായിട്ടുള്ള ഇടത്തരം സ്ഥാപനങ്ങൾ, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി മേധാവികൾ ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളതാണ്. ഏതാനും ചില കമ്പനികളുടെ ലാഭത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള നിഴൽ കമ്പനികൾ അത് മറ്റുള്ള കമ്പനികളെ തകർക്കാൻ വേണ്ടി, ദുരുപയോഗം ചെയ്യാൻ വേണ്ടി, വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ സെബി ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മാധവി പുരി ബുച്ചിനെതിരെ നിരവധിയായ കോർപ്പറേറ്റുകൾ അങ്ങനെ തിരിഞ്ഞു. വാസ്തവത്തിൽ അതാണ് അവർക്ക് ഏറ്റവും വലിയ വിനയായി മാറിയത്, അവർക്ക് രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിച്ചെടുത്തത്. പക്ഷേ അവിടെയും ബോംബെ ഹൈക്കോടതി ഇടക്കാല ജാമ്യം കൊടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ വാദം അത് നീക്കി വച്ചിരിക്കുന്നു. അതായത് 1.5 മാസം കഴിഞ്ഞിട്ട് എന്ന വിധിയോടുകൂടി താൽക്കാലികമായി ഈ കേസ് നീട്ടിവെച്ചിരിക്കുമ്പോൾ അവർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. കേന്ദ്ര മന്ത്രാലയം എങ്ങനെയാണോ വൻകിട കോർപ്പറേറ്റുകൾക്ക് വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും വഴിവിട്ട സഹായം ചെയ്യുന്നത്, അതുവഴി അവരുടെ പണം, അതായത് അവരുടെ ഖജനാവിലേക്ക്, എലക്ഷൻ ഫണ്ടിലേക്ക് പണം വലിയ തോതിൽ ഇലക്ട്രൽ ബോണ്ടായും മറ്റും ഒഴുകിയെത്തുന്നു. വൻതോതിലുള്ള അഴിമതി ഇതിന് പകരമായി ചെയ്തു കൂട്ടുന്നു. ഇത് കണ്ടുപിടിക്കാനാണ് രാജ്യത്ത് കഴിയാത്തത്. നരേന്ദ്രമോദി അതുകൊണ്ടാണ് പറയുന്നത് താൻ അഴിമതി ഒന്നും കാണിച്ചിട്ടില്ല, തനിക്കാരെയും ഭയമില്ല എന്ന്. എന്നാൽ ആ സർക്കാർ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്.